അധികം പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ വണ്ടിയെടുത്ത് ഞങ്ങൾ നേരെ മലയാറ്റൂർക്ക് പോയി. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് മലയാറ്റൂർ ദൂരെ എവിടെയാണെന്നാണ്. പിന്നെയാണ് അറിയുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്നും വെറും 45 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എത്താനെന്ന്. പോകുന്ന വഴി വണ്ടി നിർത്തി ചൂട് ചായയും സുടുസുട പഴംപൊരിയും കഴിച്ച് വണ്ടിയെടുത്ത് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴേ ബ്ലോക്ക് തുടങ്ങി. ഏകദേശം അരമണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ടാണ് മലയാറ്റൂർ ടൗണിൽ ഞങ്ങൾ എത്തിയത്. അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ അവരുടെ ഫ്രണ്ട്സിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കൈകൊണ്ട് എല്ലാം സെറ്റ് എന്നുള്ള രീതിയിൽ തംസപ്പും കാണിച്ചു. പിന്നെ ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് പോകേണ്ട വഴിയിൽ നിന്ന് ഡയറക്ഷൻ മാറ്റി വേറൊരു റൂട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഞങ്ങൾ എത്തിയത് കാടിനോട് ചേർന്നിരിക്കുന്ന ഒരു അടിപൊളി അമ്പലത്തിന്റെ അങ്ങോട്ടാണ്. രാവിലെ ഇവിടെ കാണാൻ അടിപൊളിയായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ മനോഹരമായ പെരിയാർ നദി നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് പേർ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേനലായതുകൊണ്ട് വെള്ളം നല്ല കുറവാണ്. ഇവിടെ നിന്നുള്ള സന്ധ്യാസമയത്തെ കാഴ്ചയും അടിപൊളിയാണ് കാണാൻ. പിന്നെ ഞങ്ങൾ നേരെ അടിവാരം ലക്ഷ്യമാക്കി വണ്ടിയെടുത്ത് പോയി. പിന്നെയും അവസ്ഥ മറിച്ചല്ലായിരുന്നു, സെയിം ബ്ലോക്ക്. ബൈക്കിന് വന്നിരുന്നെങ്കിൽ ഇതുപോലെ ബ്ലോക്കിൽ കുത്തിക്കേറി പോകാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ അടിവാരത്തെത്തി. വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വലിയ പാർക്കിംഗ് ആണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവൻ വണ്ടി നിറഞ്ഞു കിടക്കുവാണ് കേട്ടോ. പിന്നെയും നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു വലിയ തടാകം കാണാം. ആ തടാകത്തിന്റെ സൈഡിൽ കപ്പലിന്റെ വിട്ടിരുന്ന ചേട്ടന്റെ കയ്യിൽ നിന്ന് 2 പൊതി കപ്പലിന്റെ വാങ്ങി നമ്മൾ നേരെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ മല കയറുന്നവർക്ക് കുത്തി നടക്കുന്നതിന് വേണ്ടി ചുരൽ വടിയും ആളുകൾ സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് വന്നപ്പോൾ ദാഹം തോന്നി 3 പേരും കൂടി ഒരു അടിപൊളി കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിച്ചു. വീണ്ടും മുന്നോട്ട് കടന്നു. മലയുടെ അങ്ങോട്ട് നടക്കുന്തോറും തിരക്ക് കൂടി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ മലയുടെ തുടക്കഭാഗത്തെത്തി. AD 52 യേശുവിന്റെ ശിഷ്യനായ സെന്റ് തോമസ് തന്റെ സുവിശേഷ പ്രചരണത്തിനിടയിൽ ഈ മലമുകളിൽ വരികയും കുറെ നാൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിക്കുകയും ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല. എന്തായാലും ഒരു വട്ടം ഈ പുണ്യമലയിൽ കയറണമെന്നും തോമാസ്ലിഹയുടെ പാദമുദ്ര പതിഞ്ഞ പാറയും വറ്റാത്ത ഉറവയും കുരിശുമുടി പള്ളിയുമൊക്കെ കാണണമെന്നുള്ള ആഗ്രഹം ബാക്കിയാക്കി വണ്ടിയുമെടുത്ത് കാടിന് നടുവിലൂടെയുള്ള വഴി തിരികെ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.